ഇനി മുതൽ ഞാൻ വർക്കിന് കയറുവാനായിട്ട് പോവുകയാണ്. നീയാണ് എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറച്ചു വെക്കുന്നതായിരിക്കും. മാത്രമല്ല അത് നിന്റെ വീക്ക്നെസ് ആയിട്ട് കണ്ടിട്ട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനും ചെയ്യിക്കുമെന്ന് ഈഡോന്റെ അടുത്ത് ഡോങ്ചുവും പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ നിനക്ക് ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഈഡും അവന്റെ അടുത്തായിട്ട് ചോദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടിയായിട്ട് എനിക്ക് ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച നിന്നെ ഞാൻ രക്ഷിക്കുമായിരുന്നു എന്നൊരു ചോദ്യം ഡോങ് ജോങ് തിരിച്ച് അവനോട് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഏടു കടലിലൊക്കെ വീണുപോയ സമയത്ത് അവനെ രക്ഷിക്കുവാനായിട്ട് ഡോങ് ജോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ ഇടയ്ക്ക് ഈഡന്റെ മുഖമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഈഡു തന്നെയായിരുന്നു തന്നെ ഷൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അവിടെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ഡോങ് ചൂം നോക്കുന്നുണ്ട്. എങ്കിൽ പോലും പിന്നീട് ഡോങ് ചൂം അയാളെ രക്ഷിച്ച് ബോട്ടിലും കയറ്റുന്നു. അങ്ങനെയിരിക്കെ ഇയാളായിരുന്നു എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഇന്നാമിന്റെ അടുത്ത് ഡോങ്ചു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളൊരു ചോദ്യം ഇന്നാമും ഡോങ്ചുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ഇവനെ ഞാൻ രക്ഷിച്ചത് തന്നെ എന്റെ പ്രതികാരം തീർക്കുവാനായിട്ടാണ് എന്ന് അവനും പറയുന്നു. ആ ഒരു സീനൊക്കെ അവിടം കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം കാണിക്കുന്നു. ഈയിടെ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും അവൻ കണ്ടിട്ടുണ്ടായിരുന്നത് സീനിയറിനെ വൈസ് ചെയർമാൻ ആക്കുന്ന തീരുമാനം നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ അതൊന്ന് ഫൈനലൈസ് ചെയ്യുവാനായിട്ട് ഉടനെ തന്നെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടത്തുന്നതായിരിക്കുമെന്ന് ഡോങ് ചൂം സീനിയറിന്റെ അടുത്ത് പറയുന്നതാണ്. ജാങ്സണും ചെയർമാൻ ചായനെ കാണുവാനായിട്ട് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഡേസൺ എനർജിയുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുവാനായിട്ടുണ്ട്. അതിന്റെ ഒരു അപ്രൂവലൊക്കെ ഇപ്പോൾ ജാങ്സൺ നൽകിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ജാങ്സൺ ഈ ഒരു അപ്രൂവൽ നൽകാത്തത് കൊണ്ട് തന്നെ പ്രസിഡന്റ് ലീയുടെ അടുത്ത് ഡോങ്ചു പറഞ്ഞത് കൊണ്ടായിരുന്നു പ്രസിഡന്റ് ലീയും ഈ ഒരു കാര്യമെല്ലാം തന്നെ ചെയ്തു കൊടുക്കണമെന്ന് ജാങ്സനോട് പറയുകയും ഇപ്പോൾ ജാങ്സൺ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും ജാങ്സൺ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചത് കൊണ്ട് തന്നെ സ്വിസ് അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണമൊക്കെ അയച്ചു തന്നേക്കാമെന്നുള്ള രീതിക്ക് ചെയർമാൻ സാർ സംസാരിക്കുമ്പോഴത്തേക്കും ഡോങ്ചും ഞാൻ തന്നെ അയച്ചു കൊടുത്തേക്കാം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഡോങ്ചു ആണ് ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഒന്നും തന്നെ ചെയർമാൻ ചായക്ക് അറിയുക കൂടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ചെയർമാൻ സാർ തന്നെ സീനിയറിനെ വൈസ് ചെയർമാൻ ആക്കുവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം ജാങ്സന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ജാങ്സന് കൂടുതൽ ദേഷ്യമൊക്കെ തോന്നുന്നു. അങ്ങനെ ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്ന ജാങ്സനും പിന്നീട് ജാങ്സന്റെ അടുത്തേക്ക് ഈഡു വരുന്ന സമയത്ത് ആ ഒരു ദേഷ്യമെല്ലാം തന്നെ ഈഡുവിനെ തല്ലി തീർക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഈഡുവും ജാങ്സനും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇത്. ഈഡു വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് കുറേയധികം പോലീസുകാർ ചേർന്നിട്ട് ഈഡുവിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എന്തൊക്കെയോ എഴുതി കൊടുക്കാനായിട്ട് പോലും അവനോടും പറഞ്ഞു. പക്ഷെ അവനും അത് എഴുതുവാനായിട്ട് മടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ജാങ്സൺ ആ ഒരു റൂമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം ജാങ്സണും ഈഡുവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായിട്ട് ഇപ്പോൾ പ്രസന്റ് സീൻ കാണിക്കുമ്പോഴത്തേക്കും ജംഗ്ഷൻ തല്ലിയത് കൊണ്ട് തന്നെ ഈടും ആകെ ബ്ലഡൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോങ്ചുനെ നീ വെറുതെ വിട്ടത് കൊണ്ടാണ് ഇപ്പോൾ അവന് നമുക്കെതിരായിട്ടൊക്കെ പെരുമാറുന്നത്. നീ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ അവനെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഈഡുവിന്റെ അടുത്തായിട്ട് ജംഗ്ഷൻ ചോദിക്കുമ്പോഴത്തേക്കും ടയോണും ഡോങ്ചുനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടയോണും ഡോങ്ചുന്റെ കാര്യമോർത്ത് വിഷമിക്കുന്നതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും കുറച്ച് മനസ്സലിവ് തോന്നിപ്പോയി. അതായിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് ഈടവും പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ നീ അങ്ങനെ ഒന്നും തന്നെ വിചാരിക്കുവാനായിട്ട് പാടില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ ആയിരിക്കും നമുക്കൊരു പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉപദ്രവിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ നിന്നെ ഉപദ്രവിച്ചില്ലേ? എന്റെ ഫാമിലിനേക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് നിനക്കാണ്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്തത്. എന്ത് തന്നെ ആയാലും എത്രയും വേഗം നമുക്ക് ഡോങ്ചുനെ തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്ക് ജാങ്സൺ പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഡേസൺ ഗ്രൂപ്പ് എന്റെ കൈക്കുള്ളിലാവുകയാണ് എങ്കിൽ ഡോങ്ചു പിന്നെ നമ്മുടെ മുമ്പിൽ ഒന്നും തന്നെ ആയിരിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ പ്രസിഡന്റ് ലീയും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈടു പറയുമ്പോഴത്തേക്കും ഡേസൺ ഗ്രൂപ്പ് സ്വന്തമാക്കുവാനായിട്ടല്ലേ നീ ആഗ്രഹിക്കുന്നത്? പക്ഷേ നിനക്ക് പകരമായിട്ട് ഡോങ്ചു സ്യോനുവിനെ വെച്ച് ഡേസൺ ഗ്രൂപ്പ് തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചാലോ എന്നൊരു ചോദ്യമൊക്കെ ജാങ്സണും ഇപ്പോൾ ചോദിക്കുന്നു. അങ്ങനെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്കും ബേക്കറിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കെ സ്യോൻവുവും അമ്മയുടെ അടുത്ത് നമ്മുടെ ബേക്കറിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ചെയർമാൻ ചായയില്ലേ, അയാളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ചെരുപ്പ് പോലും ഇടാതെ വീടൊക്കെ അറിയാതെയൊക്കെ നിൽക്കുകയായിരുന്നു. ഞാനും അയാൾക്ക് ലിഫ്റ്റ് കൊടുത്തു. മാത്രല്ല അയാൾ എന്നെ മകൻ എന്ന രീതിക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ സോനു പറയുമ്പോഴത്തേക്കും അമ്മയും ആകെ ഞെട്ടിത്തെറിച്ചൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ചെയർമാൻ ചായുടെ മൂത്ത മകളായിട്ടുണ്ടായിരുന്ന ഡോഹി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഡോഹിയും സ്യോനുവിന് അവൻ നേരത്തെ ചെയർമാൻ ചായ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഷൂസ് ഒക്കെ തിരിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളല്ലായിരുന്നോ ഞങ്ങളുടെ ബേക്കറി അറിയിക്കില്ലെന്നൊക്കെ പറഞ്ഞത്? പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞത്?
ഡോങ് ചു എങ്ങാനുമാണോ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്? ഡോങ് ചുവിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കുക്കീസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സ്യോൻവു ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഡോഹി മറുപടിയൊക്കെ പറയാതെ ആകുമ്പോഴത്തേക്കും അവനും പോകുന്നു. ഡോഹിയുടെ അടുത്ത് തനിക്കൊന്നും തന്നെ സംസാരിക്കുവാനായിട്ടില്ല എന്ന രീതിക്ക് അമ്മ എണീറ്റ് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ കാലിലൊക്കെ ചവിട്ടി പിടിച്ചതിന് ശേഷം ഡോഹിയും പറയുകയാണ്, പണ്ടേക്ക് പണ്ടേ ഡേസൻ ഗ്രൂപ്പിന്റെ പരിസരത്ത് പോലും നീ വരികയില്ല എന്ന് എനിക്ക് വാക്ക് നൽകിയത് കൊണ്ട് മാത്രമായിരുന്നു നിന്നെയും മകനെ ഞാൻ കൊല്ലാതെ വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഡോങ്ചിന്റെ കൂടെ നിന്നിട്ട് ഡേസൻ ഗ്രൂപ്പ് തട്ടിയെടുക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ കൊന്നുകളയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മകന്റെ ജീവനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയർമാൻ ചായനെ കാണുവാനായിട്ട് പോലും ശ്രമിച്ചേക്കരുതെന്ന് പറഞ്ഞ് ഡോഹിയും പോകുന്നു. എന്തായാലും ഡോഹി അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്തായിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഡോങ്ചുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അച്ഛൻ പല കാര്യങ്ങളും നിന്നോട് പറഞ്ഞു നിൽക്കിയിരിക്കും എന്ന് വെച്ചിട്ട് നീ അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ തന്നെ അച്ഛന്റെ ആരോഗ്യനില വളരെ കഷ്ടത്തിലാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് സിയോൻവോനെ അംഗീകരിക്കുകയില്ല എന്ന രീതിക്ക് ഡോങ്ചുവിന്റെ അടുത്ത് ഡോക്കി സംസാരിക്കുമ്പോഴത്തേക്കും ചെറുമാന് അസുഖമുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നോടും സിയോൻവോന്റെ കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ചെറുമാൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും സിയോൻവോ ഒരിക്കലും അനാഥനായി പോകരുതെന്നും അവൻ അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കണമെന്നുമായിരുന്നു ചെറുമനച്ച പറഞ്ഞത് പോലും. നിങ്ങളുടെ മകനായിട്ടുള്ള ടയോണിനെ ഡേസൻ ഗ്രൂപ്പ് ഏൽപ്പിക്കുവാനായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹമെന്നെല്ലാം തന്നെ എനിക്കറിയാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഇമോഷണൽ ആയിട്ട് പെരുമാറുവാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മാറ്റി മറിക്കുവാനായിട്ട് സാധിക്കാത്ത രീതിക്കുള്ള നഷ്ടമൊക്കെ ആയിരിക്കും നിങ്ങൾക്കും സംഭവിക്കുക എന്നുള്ള രീതിക്ക് ഡോങ് ചുവും പറയുന്നു. മാത്രമല്ല സിയോനുവും ഡോങ് ചുവും കൂടി ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണുന്നതൊന്നും തന്നെ ഡോഹിക്കും ഇഷ്ടപ്പെടുന്നില്ല. സിയോനുവിന്റെ അമ്മയുടെ അടുത്ത് ഡോങ് ചോ സംസാരിക്കുകയാണ്. ഞാനും ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഡേസൺ ഗ്രൂപ്പിലേക്ക് അങ്ങനെ കയറി ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലീഗലായിട്ട് ചെയർമാൻ ചായനെ വിവാഹം കഴിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് ചെയർമാൻ ചായയുടെ ലീഗൽ വൈഫായിട്ടൊക്കെ നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിയോനുമോൻ അവകാശപ്പെട്ടതെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കുമെന്നുള്ള രീതിക്ക് ഡോങ് ചോ സംസാരിക്കുന്നു. പിന്നീട് സിയോനുമോനെ കൂടി വിളിച്ചു വരുത്തിയിട്ട് യഥാർത്ഥത്തിൽ ചെയർമാൻ ചാ തന്നെ ആയിരുന്നു സിയോനുവിന്റെ അച്ഛൻ എന്ന സത്യം എല്ലാം തന്നെ അവനോടും തുറന്നു പറയുന്നു. ഡോങ് ചു അവന്റെ ഹാക്കർ ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ ടൈഗത്തെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈഡോന്റെ ഫോണിൽ നിന്നും കിട്ടിയ ഡേറ്റാസ് എല്ലാം തന്നെ അവളും അവന് കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഒരു ഫോട്ടോ ഡോങ്ചുന്റെ ശ്രദ്ധയിലും പെടുന്നത്. അതിലുണ്ടായിരുന്ന സ്യോഹുന്റെ ഫോട്ടോ എല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കും ഡോങ്ചുവും അവന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ചെറുതായിട്ടൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഫോട്ടോയിൽ ഈഡും സുൻഹോയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഡോക്ടർ കാങ്ങിന്റെ അച്ഛൻ ഫോണൊക്കെ നോക്കിയ സമയത്ത് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് കണ്ട സന്തോഷത്തിൽ ഈടൂന് അയച്ചു കൊടുത്തതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ നോക്കിയപ്പോഴും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഒരു ഫോട്ടോ എടുക്കുവാനായിട്ടുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുന്നുവെന്നൊക്കെ ആയിരുന്നു ഡോക്ടർ കാങ്ങിന്റെ അച്ഛനും അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറേയധികം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെല്ലാം തന്നെ ഈഡോയും ചാങ്സനും കൂടി ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഇവരിങ്ങനെ ഫോൺ ഹാക്ക് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ട്. യാങ്ങിനെ ഒരു സെല്ലിലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ യാങ്ങിനെ കാണുവാനായിട്ട് ഡോങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യാങ്ങിനെ അവിടെ നിന്നും പുറത്തിറക്കുവാനായിട്ട് അയാളും തനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതായത് സീക്രട്ട് ആയിട്ടുള്ള ഒരു NSA യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിന്റെ പേര് ഡാൻഡി ലിയോൺ ടീം എന്നാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ടീം കൊറിയയിലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാരുമുണ്ട്. ആ ഒരു കൂട്ടത്തില് ജാങ്സന്റെ ഫയൽ കൂടിയുണ്ട്. സോ നീയും ജാങ്സന്റെ ഫയല് കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് അയാളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അയാളുടെ വീക്ക്നെസ് സഹിതം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കാണ് യാങ്ങും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനൊരു സംഭവം ഉള്ളതിനെ കുറിച്ച് നേരത്തെ ഡോങ് ചോന്ന് കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവൻ ഒരിക്കൽ ചെയർമാൻ ചായയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഞാനും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ജാങ്സൺ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജാങ്സണും ആരെങ്കിലും അതുപോലെ എന്റെ ഫയൽസ് ഒക്കെ വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ജാങ്സനെ അറിയിച്ചാൽ മതിയെന്നും ബാക്കി കാര്യങ്ങൾ ജാങ്സൺ നോക്കിക്കോളാമെന്നും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചെറുമാൻ ചാ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ ഡോങ് ചുവും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ ഡോങ് ചും അത് മൊത്തത്തിൽ അങ്ങ് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. എന്തായാലും അന്ന് രാത്രി ഡോങ് ചും അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്ത് സംസാരിക്കുന്നു. അതായത് ജാങ്സനെ കുറിച്ച് ഡാൻഡി ലിയോൺ ടിങ്ങിന്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയൽ നീ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാനും പിടിച്ചു വെച്ചിട്ടുള്ള യാങ്ങിനെ തിരിച്ചു വിട്ട് തരാമെന്ന രീതിക്കാണ് അഡ്മിനിസ്ട്രേറ്ററുടെ അടുത്തും അവൻ സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഡാൻഡിലിയോൺ ടീം പിരിച്ചുവിടുന്നതിന് മുമ്പായിട്ട് ആ ഒരു ടീമിന്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഡോങ് ചി ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്ന കാര്യം അയാളും മനസ്സിലാക്കുന്നത്. എന്തായാലും
ആദ്യം യാങ്ങുമായിട്ടൊരു കോളൊക്കെ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഡോങ്ചുവിനെ അയാൾ പറഞ്ഞയക്കുന്നു. അഡ്മിനിസ്ട്രേറ്ററും ഡോങ്ചു തന്നെ കാണുവാനായിട്ട് ഇതേ കാര്യമെല്ലാം തന്നെ ജാങ്സിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർക്ക് യാങ്ങിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്നാമും യാങ് ഉള്ള സ്ഥലത്തെത്തിയിട്ട് അവിടെ വെച്ചിട്ട് അഡ്മിനിസ്ട്രേറ്ററെയും കോൾ ചെയ്യുന്നു. മാത്രമല്ല, അവരങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റർ തനിച്ചായിരുന്നില്ല, കുഹോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുഹോയും അവർ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്ന ലൊക്കേഷനൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലൊക്കേഷനിലാണ് യാങ് ഉള്ളതെന്ന് കൂടി അറിയിക്കുന്നു. അതായത് യാങ്ങിനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഡാൻഡേലിയൻ ഫയൽസ് ഒക്കെ കൊടുക്കണമെന്ന രീതിക്ക് ആയിരുന്നല്ലോ ഡോങ്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം യാങ് ഉള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ച് തരാമെന്നും അതിന് പകരമായിട്ട് ഇതേ ഫയൽസ് ഒക്കെ തനിക്ക് കൊടുക്കണമെന്നുള്ള രീതിക്കായിരുന്നു ജാങ്സിനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാങ്സിന്റെ കൂടെ നിൽക്കുവാനായിട്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്ററും ആഗ്രഹിച്ചത്. സോ ഈ ഒരു ഫയൽസിന്റെ കാര്യമെല്ലാം തന്നെ താനായിരുന്നില്ല, മറിച്ച് യാങ് ആയിരുന്നു ഡോങ്ചുനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം തന്നെ കുഹോയുടെ അടുത്ത് തെളിയിച്ചതിന് ശേഷം യാങ് ഉള്ള സ്ഥലത്തേക്കും അയാൾ ചെല്ലിക്കാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം യാങ്ങിനെ കൂടെ കൊണ്ടുപോകുവാനായിട്ടായിരുന്നില്ല, മറിച്ച് യാങ്ങിനെ കൊല്ലുവാനായിട്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്ററും ശ്രമിച്ചത്. സോ അഡ്മിനിസ്ട്രേറ്ററും യാങ്ങും കൂടി അടിപിടി കൂടുന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഡോങ്ചു ആകട്ടെ ഇവരെ രണ്ടുപേരെയും ഒരേ സെല്ലിന്റെ അകത്തായിട്ടൊക്കെ പൂട്ടുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് വർഷം മുമ്പ് ഇതിനു മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്കും നിന്റെ അച്ഛനെ നന്നായി തന്നെ അറിയാമെന്ന് കൂടി അഡ്മിനിസ്ട്രേറ്റർ പറയുമ്പോഴത്തേക്കും ടോങ്ചു മൊത്തത്തിലൊന്ന് സംശയിക്കുന്നു. ഡോക്ടർ കാങ്ങിന്റെ അച്ഛൻ ഈഡുവിനെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫോണൊന്നും കിട്ടാതായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡോഹിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു തന്റെ ഫോൺ കാണാതെ പോയെന്നുള്ള ഒരു കള്ളമൊക്കെ ഈഡുവും പറയുന്നത്. എന്തായാലും അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ കാങ്ങിന്റെ അച്ഛനും പണ്ടെടുത്ത ആ ഒരു ഫോട്ടോ ഇപ്പോൾ ഡോക്കിയുടെ ഫോണിലേക്കും അയച്ചു കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഡോക്കിയും അപ്പോൾ തന്നെ ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അന്ന് ഞാനായിരുന്നു ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അവളും ഓർത്തെടുക്കുകയാണ്. അന്ന് ഡോഹി ആ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് ആ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്യോങ്ഹുണും തനിക്ക് ആ ഫോട്ടോ വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ആ ഫോട്ടോ നൽകിയതിനു ശേഷം പിന്നീട് മറ്റൊരു ഫോട്ടോ കൂടി എടുക്കുന്നു. ആ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡോങ്ചുവും നേരത്തെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് ഒരു ദിവസം ഡോങ്ചുവും തന്റെ സഹോദരിയായിട്ടുണ്ടായിരുന്ന സിസ്റ്റർ ആഗ്നസിന്റെ അടുത്ത് പ്രൊഫസർ ലീനെ കാണുവാനായിട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഫസർ ലീ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ നോക്കിക്കൊണ്ട് സിസ്റ്റർ ആഗ്നസ് ഇരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനും അങ്ങനെയൊക്കെ പറഞ്ഞത്. സോ നമുക്ക് അച്ഛനെ കാണുവാനായിട്ട് പോയാലോ എന്ന രീതിക്ക് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അതിന് താല്പര്യമില്ല എന്ന രീതിക്കുള്ള ഒരു മറുപടി ആയിരുന്നു സിസ്റ്റർ ആഗ്നസും കൊടുത്തത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഡോങ്ചുവും പ്രൊഫസർ ലീനെ കണ്ടിട്ട് ഇതുപോലെ സിസ്റ്റർ ആഗ്നസ് മരിച്ച കാര്യം എല്ലാം തന്നെ പറയുവാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ പ്രൊഫസർ ലീ ഉണ്ടായിരുന്നില്ല, മറിച്ച് പ്രൊഫസർ ലീയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ചോളിന്റെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഡോങ്ചു നമ്മൾ വിവാഹവേദിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചോളിന്റെ അച്ഛനെ പരിചയപ്പെടുന്ന സമയത്താണ് കുട്ടിക്കാലത്ത് എന്റെ ചേട്ടൻ ആവശ്യമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ നിന്നെ റുഗ്ബി ടീമിൽ നിന്നും ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനിയും നല്ല രീതിക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന രീതിക്കായിരുന്നു ചോളിന്റെ അച്ഛൻ സംസാരിച്ചതും. അങ്ങനെ ഇരിക്കെ നീ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന പ്രൊഫസർ ലീ ഇപ്പോൾ എവിടെയില്ല, അയാളും വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. സിസ്റ്റർ ആഗ്നസിന്റെ സ്വന്തം അച്ഛനായിരുന്നു പ്രൊഫസർ ലീ. അതുകൊണ്ട് തന്നെ അവൾ മരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അയാളും അറിഞ്ഞിട്ടുണ്ട് എന്ന് പ്രൊഫസറും പറയുന്നു. അതേസമയം ഞാൻ എന്റെ അച്ഛനെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടോട്ടെ, അച്ഛൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് എന്നോട് പറയാമോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്തായിരുന്നു പ്രൊഫസർ ലീ സിസ്റ്റർ ആഗ്നസിന്റെ അച്ഛനാണെങ്കിൽ പോലും അത് നിന്റെ അച്ഛനല്ല എന്ന് ടോങ്ചുന്റെ അടുത്തും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേട്ട് ഷോക്ഡ് ആയിട്ടുണ്ടായിരുന്ന അവനും നേരെ മാഡം പയ്യനെ കാണുവാനായിട്ട് പോകുന്നു. ഞാൻ ഇതുവരെ ആയിട്ടും പ്രൊഫസർ ലീനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, എങ്കിൽ പോലും അയാൾ എന്റെ അച്ഛനാണെന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛനെ ഇംപ്രസ് ചെയ്യുവാനായിട്ടായിരുന്നു ഞാൻ ബിസിനസ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് അയാളെ കണ്ട് ഞാനൊന്ന് ഇംപ്രസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഞാൻ അയാളുടെ മകനല്ല എന്നും ഇത്രയും കാലം ഞാൻ വിളിച്ചിരുന്ന എന്റെ അമ്മ എന്റെ സ്വന്തം അമ്മയല്ല എന്നുമുള്ള കാര്യം എല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ഡോങ്ചും ഇപ്പോൾ മാഡം പൈയുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ചോളിന്റെ അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കാണിക്കുകയാണ്. അതായത് സിസ്റ്റർ ആഗ്നസിന്റെ അമ്മയും പ്രൊഫസർ ലീയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും പിന്നീട് അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം സിസ്റ്റർ ആഗ്നസ് ഉണ്ടായി, എങ്കിൽ പോലും ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും പ്രൊഫസർ ലീനെ കാണുവാനായിട്ട് സിസ്റ്റർ ആഗ്നസിന്റെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല
എന്റെ മകൾ ഇനി ഒരിക്കലും തനിച്ചാവുകയില്ല. ഞാനും ഒരു മകനെ ദത്തെടുത്തിരിക്കുകയാണെന്നുള്ള കാര്യവും അയാളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും അതെല്ലാം തന്നെ ഓർത്തിട്ടുണ്ടായിരുന്ന ഡോങ്ചു അമ്മ എന്നെ എവിടെ വെച്ചാണ് ദത്തെടുത്തതെന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് നീ തന്നെ ആയിരുന്നു നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കൂടി ഇപ്പോൾ മാഡം പോയി അവന് കാണിച്ചു കൊടുക്കുന്നു. നീ നിന്റെ വളർത്തമ്മയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു ഇത്. അത് കൂടാതെ ടേസൻ ഗ്രൂപ്പിന്റെ ഒരു ബാഡ്ജും നിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ഈ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും നേരത്തെ ഈഡോന്റെ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഫോട്ടോ തന്നെയാണ് ഈ ഒരു ഫോട്ടോ എന്നൊക്കെ മനസ്സിലാക്കി അവനും ആകെ ഞെട്ടുന്നു. അതുകൂടാതെ ആ ഫോട്ടോയ്ക്കുള്ളിലുള്ള കുട്ടി അത് നീയാണെന്ന് പറഞ്ഞ് സെഹ്യുണും കൂടി മടപ്പായി കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതേ ഫോട്ടോ അവന്റെ കയ്യിലുണ്ടായിരുന്നത് അവനും എടുത്തു നോക്കുന്നു. ഇതില് നിന്നെ എടുത്തിട്ടുള്ള ആളായിരിക്കാം നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അയാളെയും കൂടി ചൂണ്ടി കാണിക്കുകയാണ് മാഡം പയ്യും. ജാങ്സൺ പ്രസിഡന്റ് ലീനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രസിഡന്റ് ലീയുടെ അനന്തരവന്റെ പേരിൽ ഒരു കേസും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതെല്ലാം തന്നെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് ജാങ്സൺ ആയിരുന്നു. അങ്ങനെയിരിക്കെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള രീതിക്ക് പ്രസിഡന്റ് ലീ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് തെളിയിച്ചു തരുവാനായിട്ടാണ് നിന്റെ അനന്തരവനെതിരായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നുള്ള രീതിക്ക് ജാങ്സനും മറുപടി കൊടുക്കുന്നു. എന്ത് തന്നെ ആയാലും ആ ഒരു സംഭവത്തിന് ശേഷം ജാങ്സൺ ഇറങ്ങി വരുന്ന സമയത്ത് സോനുവിന്റെ അമ്മനെ കോൾ ചെയ്യുന്നതും കൂടി കാണിക്കുന്നു. ചോളും ഉണ്ണാമിന്റെ അടുത്ത് നീ എന്തിനാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെനാൽറ്റി ആയിട്ട് പണമൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഒരു പണത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നതെന്നൊരു മറുപടി അവളും കൊടുക്കുകയാണ്. നീ എന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് നോക്കുന്നതിന് പകരമായിട്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആ പണം ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ട് വരികയില്ല. നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കുറച്ച് ഡ്രസ്സ് പോലും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവനും. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഉണ്ണാമും നേരെ ഡോങ്ചുനെ കാണുവാനായിട്ട് എത്തിയിട്ട് ഞാൻ ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്താണ് ഡോങ്ചുന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഉണ്ണാമും കാണുന്നത്. അങ്ങനെ ഉണ്ണാമും ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഫോട്ടോയിലുള്ള ആളെ നിനക്ക് അറിയാമോ എന്ന രീതിക്ക് അവനും ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഈ ഫോട്ടോയിലുള്ള കുട്ടീനെ എടുത്തിട്ടുള്ള ആള് അതെന്റെ അച്ഛനാണെന്ന് അവളും പറയുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.